ഇപ്പോൾ നമ്മൾ പക്ഷേ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. പത്രത്തിൽ അതിൻ്റെ വാർത്തകളാണ്, ചാനലുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പല വഴികളിൽ ഇത് കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നു. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ശരിക്കും അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ ആണോ? അതെന്താണ് ശരിക്കും അത്? ആക്ച്വലി അതൊരു ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ തന്നെയാണ്. അത് കൂടുതലും കണ്ടുവരുന്നത് ഈ ഒഴുക്കില്ലാത്ത വെള്ളം, അതായത് പൂളുകൾ, അങ്ങനെ കുറേ നാളായിട്ട് കിടക്കുന്ന പൂളിനകത്ത് ഈ അമീബ വരാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ആൾക്കാർ ചാടുകയും കുളിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതലും കേട്ടുവരുന്നത് മൂക്കിൽ കൂടെയാണ് അത് കയറുന്നതെന്നാണ് കേൾക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ആദ്യത്തെ ഒരു സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 തൊട്ട് 7 ദിവസം വരെ, ഒരാഴ്ചക്കുള്ളിലായിരിക്കും അതിൻ്റെ സിംറ്റംസ് വരുന്നത്. സിംറ്റംസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് പനി വരാം, ശരീരം വേദന വരാം, അങ്ങനെ പല സിംറ്റംസ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് ലാസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ മരണപ്പെടുകയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതിപ്പോൾ ഞാൻ കുറേ ന്യൂസുകളിലും എല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാർക്കെല്ലാമാണ് അത് കൂടുതലും വരുന്നത് അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ മാക്സിമം പൂളിൽ കുളിക്കുമ്പോൾ അത് ക്ലോറിനേറ്റഡ് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുക, അല്ല സ്റ്റാഗ്നേറ്റ് കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.